അപ്പോൾ ഈ പേജിൽ പറഞ്ഞിരിക്കുന്നത് വീക്ക് ഡേയ്സ് എന്ന് വെച്ചാൽ വീക്ക് എന്ന് വെച്ചാൽ ആഴ്ചയും ഡേയ്സ് എന്ന് വെച്ചാൽ ദിവസങ്ങൾ. അപ്പം ആഴ്ചയും ദിവസങ്ങളെയും കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പം നമുക്ക് അതിൽ കുറച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ഇൻ എ വീക്ക് എന്ന് പറഞ്ഞാൽ 7 days. ഫസ്റ്റ് ഡേ ഓഫ് ദി വീക്ക് എന്ന് പറഞ്ഞാൽ സൺഡേ. അപ്പം നമുക്ക് അതിങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിന്റെ കൂടെ പഠിക്കാൻ പറ്റും. നമുക്ക് എന്തായാലും ഇത് നോക്കാം. Days of the week are 7 of them. When to see the കൊടകര പൂരം. അപ്പൊ എന്താ പറയുന്നത്? നമുക്ക് 7 ദിവസം ഉണ്ടല്ലോ. അവരെല്ലാരും കൂടെ ഒരുമിച്ച് കൊടകര പൂരം കാണാനായിട്ട് പോയി എന്നുള്ളതാ പറയുന്നത്. പിന്നെ എഴുതിയിരിക്കുന്നത് എന്താ? Sunday in front with puffed up chest, meekly followed by all the rest. അപ്പം ഇതിൽ പറയുന്നത് സൺഡേ എന്ന് പറയുന്നത് നെഞ്ചും വിരിച്ചിട്ട് ഫസ്റ്റ് ഗമയിൽ അങ്ങ് പോവുകയാണ്, ബാക്കിയുള്ളവർ പുറകെ പിന്തുടർന്ന് പോകുന്നുണ്ടെന്ന് പറയുക. പിന്നെ മൺഡേ ബോർഡ് മെനി മേക്കപ്പ് സിംഗ്, ട്യൂസ്ഡേ വെൻ ഫോർ ബാംഗിൾസ് ആൻഡ് റിങ്സ്. അപ്പൊ ഇതിൽ പറയുന്ന മൺഡേ എന്ത് ചെയ്ത് കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയി, ട്യൂസ്ഡേ വളകളും മോതിരങ്ങളും ഒക്കെ മേടിക്കാനായിട്ട് പോയി എന്ന് പറയാം. വെനസ്ഡേ ആൻഡ് തേസ്ഡേ walked a lot, munching on the tidbits they had bought. അപ്പം വെനസ്ഡേ തേസ്ഡേ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ കുറേ ദൂരം നടന്നു പോവുക. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ മേടിച്ചിട്ടുള്ള മധുര പലഹാരങ്ങൾ കുറച്ചുകൊണ്ട് കുറേ നേരം നടന്നു പോയി. പിന്നെ ഫ്രൈഡേ വാണ്ടർ സം ടു വിയർ. ഫ്രൈഡേ അപ്പൊ എന്താ ചെയ്യുന്നത്? അവൾക്ക് ധരിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. പിന്നെന്താ? സാറ്റർഡേ വെന്റ് ബൈ സം കൂൾ വെയർ എന്ന് വെച്ചാൽ എന്താ? കൂൾ വെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങാനായിട്ട് പോയി എന്ന് പറയാം. അതുപോലെ തന്നെ as they walked merrily in the fairground, crackers burst with terrific sound. എന്ന് വെച്ചാൽ എന്താ? അവരിങ്ങനെ ചുറ്റിയടിച്ച് നടക്കുന്ന സമയത്ത് ഭയാനകമായ ശബ്ദത്തിൽ പടക്കങ്ങളെല്ലാം പൊട്ടിയെന്ന് പറയുക. This gave the 7 friends such a scare, they climbed on a wall and stayed there. എന്ന് വെച്ചാൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇതവരെ പേടിപ്പെടുത്തി എന്ന് പറയുക. ഈ സൗണ്ടൊക്കെ കേട്ടപ്പോൾ അവർ പേടിച്ചു. എന്നിട്ട് അവരെന്താ ചെയ്ത? ഒരു ചുമരിലോട്ട് കയറിയിട്ട് അവിടെ ഇരിപ്പായി എന്നുള്ളതാ പറയുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇതിൽ പഠിക്കുന്നത്. നമുക്ക് അടുത്ത പേജ് നോക്കാം. ഇതിലപ്പോ എന്താ? കലണ്ടർ റീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ കലണ്ടർ വായിക്കാന്നുള്ളത് നോക്കാം. See the names of the days of the week and write them down. അപ്പൊ ഇതിൽ പറയുന്നത് ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ പേരുകളെല്ലാം പറഞ്ഞിട്ട് ചുവടെ എഴുതാൻ പറഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഫസ്റ്റ് മന്ത് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞാൽ ജനുവരി. അതുപോലെ ലാസ്റ്റ് മന്ത് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞാൽ ഡിസംബർ. അപ്പം ഹൗ മെനി മന്ത്സ് ആർ ദെയർ ഇൻ എ ഇയർ എന്ന് പറഞ്ഞാൽ 12 months ഉണ്ട്. ഏതൊക്കെ മാസങ്ങളാണ് നമുക്കുള്ളത്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അങ്ങനെ 12 months ഉണ്ട് നമുക്ക് ആകെ ഒരു 1 year എന്ന് പറയുമ്പോഴത്തേക്കും. ഇതിൽ കൊടുത്തിരിക്കുന്നത് ജനുവരി 2025. അപ്പൊ നമുക്ക് നോക്കാം ഇതിലെന്താ എഴുതിയിരിക്കുന്നത്. ഹൗ മെനി ഹോളിഡേയ്സ് ഇൻ ജനുവരി 2025. ഹോളിഡേയ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ റെഡ് കളർ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ റെഡ് കളർ മാർക്ക് ചെയ്തിട്ടുള്ള ഡേയ്സിന്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ എത്ര ഹോളിഡേയ്സ് ഉണ്ട് ജനുവരി 2025 എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതപ്പോ ഈ കോളത്തിൽ എഴുതുകയും ചെയ്യണം. നോക്കാം. 1, 2, 3, 4, 5, 6 ഉണ്ട്. അപ്പൊ അവിടെ 6 എഴുതണം. പിന്നെ ഓൺ വിച്ച് ഡേ ആൻഡ് ഡേറ്റ് ദസ് ന്യൂ ഇയർ സ്റ്റാർട്ട്. അപ്പൊ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ദിവസത്തിലും ഏത് തീയതിയിലുമാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ദിവസം അപ്പോഴത്തേക്കും ഇതാണല്ലോ ഫസ്റ്റിലാണല്ലോ ന്യൂ ഇയർ സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഡേ എന്ന് പറയുമ്പോൾ വെനസ്ഡേ. അപ്പൊ അതവിടെ എഴുതണം. അതുപോലെ ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? അത് ജനുവരി 1st ആണ്. അപ്പൊ ഡേറ്റിന് ഇവിടെ ജനുവരി 1st എഴുതണം. അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ ഇവിടെ നോക്കാം. ഇവിടെ എന്താന്ന് വെച്ചാൽ ക്ലീൻ സ്കൂൾ എന്ന് വെച്ചാൽ എന്താ? ശുചിത്വ വിദ്യാലയം എന്നുള്ളതാണ് ക്ലീൻ സ്കൂളിന്റെ എന്ന് പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ഓൺ സൺഡേ ദർ വാസ് എ മീറ്റിംഗ് ഇൻ ദി സ്കൂൾ ഫോർ പാരന്റ്സ്. അപ്പോഴത്തേക്കും എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, അപ്പൊ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ രക്ഷിതാക്കൾക്ക് സ്കൂളിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടന്നു എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ദി ക്ലീൻ പ്രോഗ്രാം
വാസ് ഇനാഗ്രേറ്റഡ് ഓൺ മൺഡേ. അപ്പൊ ഈ ശുചിത്വ വിദ്യാലയം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് തിങ്കളാഴ്ചയാണ്. അതുപോലെ തന്നെ വാർഡ് മെമ്പർ വാസ് പ്രസന്റ്. വാർഡ് മെമ്പർ വന്നിരുന്നു. ഓൺ ട്യൂസ്ഡേ പാം ലീഫ് ബാസ്കറ്റ്സ് വെർ മെയ്ഡ് എന്ന് വെച്ചാൽ ചൊവ്വാഴ്ച ഓലക്കുട്ടകൾ ഉണ്ടാക്കി എന്നുള്ളത്. അതുപോലെ പിറ്റ്സ് വെർ ഡഗ് ഓൺ വെനസ്ഡേ. മാലിന്യക്കുഴികള് ബുധനാഴ്ചയാണ് കുഴിച്ചതെന്ന് പറയാം. അതുപോലെ തന്നെ പോസ്റ്റർ ക്യാമ്പയിൻ ഓൺ തേസ്ഡേ. അപ്പൊ പോസ്റ്റർ പ്രചാരണം തേസ്ഡേ ആണ് ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്, വ്യാഴാഴ്ച നടത്തി എന്നുള്ളതാണ് പറയുന്നത്. ഓൺ ഫ്രൈഡേ ആൾ ദി പാരന്റ്സ് ക്ലീൻഡ് അപ്പ് ദി സ്കൂൾ ആൻഡ് സറൗണ്ടിങ്സ്. വെള്ളിയാഴ്ച എല്ലാ രക്ഷിതാക്കളും വന്ന് സ്കൂളും പരിസരവും വൃത്തിയാക്കി. അതുപോലെ തന്നെ ഓൺ സാറ്റർഡേ പഞ്ചായത്ത് പ്രസിഡന്റ് ഡിക്ലെയർഡ് അവർ സ്കൂൾ എ ക്ലീൻ സ്കൂൾ. ശനിയാഴ്ച പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ സ്കൂൾ ഒരു ശുചിത്വ വിദ്യാലയമായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ പറയുന്ന ഒരാഴ്ചയിൽ ആ സ്കൂളിൽ ശുചിത്വ വിദ്യാലയമാക്കാനായിട്ട് സൺഡേ മുതൽ സാറ്റർഡേ വരെ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള കുറെ പ്രവർത്തനങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരാഴ്ചയിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വൃത്തിയുള്ള വിദ്യാലയമായിട്ട് അപ്പോഴത്തേക്കും ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. മൈ എക്സ്പീരിയൻസ് 1 വീക്ക്. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ റൈറ്റ് 1 നൈസ് തിങ് ദാറ്റ് ഹാപ്പൻഡ് ഓൺ ഈച്ച് ഡേ ഓഫ് ദി വീക്ക്. ഒരാഴ്ചയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എഴുതാനായിട്ട് പറഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. സൺഡേ വെന്റ് ടു ദി ബീച്ച്, കടൽ തീരത്ത് പോയി. മൺഡേ സെലിബ്രേറ്റഡ് മൈ ഫ്രണ്ട്സ് ബർത്ത്ഡേ, എന്റെ സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷിച്ചു. പിന്നെ ട്യൂസ്ഡേ എന്ത് എഴുതാം? പെർഫോംഡ് ഓൺ സ്റ്റേജ് അറ്റ് സ്കൂൾ, സ്കൂളിലെ പരിപാടി അവതരിപ്പിച്ചു. വെനസ്ഡേ എന്ത് എഴുതാം? വെന്റ് ടു ദി ടെമ്പിൾ ഇൻ ദി ഈവനിങ്, വൈകുന്നേരം അമ്പലത്തിൽ പോയി. തേസ്ഡേ എന്ത് എഴുതാം? മദർ പ്രിപ്പയർഡ് മൈ ഫേവറേറ്റ് ഡിഷ്, ബിരിയാണി. അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ഉണ്ടാക്കി തന്നു. ഫ്രൈഡേ എന്ത് എഴുതാം? ഫ്രണ്ട്സ് കെയിം ടു മൈ ഹൗസ് ഇൻ ദി ഈവനിങ്, വൈകുന്നേരം കൂട്ടുകാരെല്ലാം എന്റെ വീട്ടിൽ വന്നു. സാറ്റർഡേ എന്ത് എഴുതാം? അമ്മുമ്മയോടും വിസിറ്റ് മൈ ഗ്രാൻഡ് പാരന്റ്സ് ഹൗസ്, അമ്മുമ്മയുടെയും അപ്പൂപ്പന്റെയും വീട് സന്ദർശിച്ചു. അപ്പൊ അത്രയും കാര്യങ്ങൾക്ക് അതിൽ എഴുതാൻ പറ്റും.